നമസ്കാരം. പ്രധാന വാർത്തകൾ. അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. ആളപായമില്ല. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നഷ്ടമായ നഗരസഭകളിൽ ചെർപ്പുളശ്ശേരി. സാമ്പത്തിക വളർച്ചയിലെ കുറവ് തിരിച്ചടിയായി. എന്നാൽ ഫണ്ട് തടഞ്ഞതായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക കെടുകാര്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നും ചെയർമാൻ. മണ്ണാർക്കാട് നഗരസഭയിൽ വികസന ഫണ്ടുകളിൽ 20% തുക അധ്യക്ഷന് നീക്കിവെക്കണമെന്ന നിർദ്ദേശം 2 സ്ഥിരം സമിതികൾ തള്ളി. 4 സമിതികൾ വിയോജനക്കുറിപ്പോടെ പാസാക്കി. നിർദ്ദേശത്തെ അനുകൂലിച്ച് സ്വതന്ത്രാംഗം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഇൻഡോർ മാർക്കറ്റ് പൂർത്തീകരിക്കുന്നതിന് KURDFCയിൽ നിന്ന് 30 കോടി വായ്പയെടുക്കാൻ അനുമതി നൽകി തദ്ദേശ വകുപ്പ്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ജനറൽ പർപ്പസ് ഫണ്ടിൽ കുറവ് വരുത്തി ബാങ്കിന് നൽകുമെന്ന് വ്യവസ്ഥ. അനങ്ങനടി പാവുക്കോണത്തെ കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന്. ക്വാറിയുടെ പ്രവർത്തനം സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ 12-ന് ക്വാറിക്ക് മുന്നിൽ സമരം നടത്തി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല. നഗര നവീകരണ പ്രവൃത്തികൾ 2 ദിവസം നിർത്തിവെക്കും. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് ചെയർമാൻ. വിശദമായ വാർത്തകളിലേക്ക്. അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. കടയിലെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി. 4 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അലനല്ലൂർ ചന്തപ്പടിയിലെ വൈറസ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 8:45 കടയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ അലനല്ലൂർ സ്വദേശിയായ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ P. നാസറിനെയാണ് ആദ്യം വിവരമറിയിച്ചത്. തുടർന്ന് മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നുമായി 4 ഫയർ യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ ആരംഭിച്ചു. നാട്ടുകാരും വ്യാപാരികളും ഒപ്പം ചേർന്നു. ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും തീ ആളിപ്പടർന്നിരുന്നു. 4 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ 11 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 15 തവണയോളം ഫയർഫോഴ്സിന് വെള്ളമെത്തിക്കേണ്ടി വന്നു. തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാനായത് ആശ്വാസമായി. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, മറ്റ് നേതാക്കൾ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ബാബു മൈക്രോടെക് പറഞ്ഞു. നാശനഷ്ടങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് കാഴ്ചയിൽ മനസ്സിലാവുന്നത്. അതെ, കണക്കാക്കിയിട്ടില്ല. അത് പൂർണ്ണമായും കാഴ്ചയിൽ പൂർണ്ണമായും നശിച്ചതായിട്ടാണ് കാണുന്നത്. ഫയർഫോഴ്സ് മണ്ണാർക്കാട് നിന്ന് 2 യൂണിറ്റ് എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് 1 യൂണിറ്റ് എത്തിയിട്ടുണ്ട്. കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് മനസ്സിലാവുന്നത്. കാരണം രാവിലെ തുറക്കാൻ വരുന്ന സമയത്താണ് പുക കണ്ടത്.
ഇല്ല തൊട്ടടുത്ത സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, കത്തിയിട്ടതില്ല. അതിൻ്റെ ഗ്ലാസ്, ബോർഡ് കാര്യങ്ങളൊക്കെ നാശമായിട്ടുണ്ട്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഓട്ടോ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, തൊട്ടടുത്ത സ്ഥാപനങ്ങൾ, നാട്ടുകാർ എല്ലാവരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നില്ലെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. കേന്ദ്ര സർക്കാർ വിഹിതമായ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്ന് പുറത്തായ നഗരസഭകളിൽ ചെർപ്പളശ്ശേരിയും. സാമ്പത്തിക മാനേജ്മെന്റ് മോശമാണെന്ന പേരിലാണ് ഗ്രാന്റ് നഷ്ടമാകുന്നത്. എന്നാൽ ഫണ്ട് തടഞ്ഞതായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും നഗരസഭ സാമ്പത്തികമായി സുരക്ഷിതമാണെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിന് ആനുപാതികമായി സാമ്പത്തിക വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന കാരണത്താലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്ന് ചെർപ്പളശ്ശേരി ഉൾപ്പെടെ 24 നഗരസഭകൾ പുറത്തായത്. 3 മുതൽ 5 കോടി രൂപ വരെയാണ് ഗ്രാന്റിൽ നിന്ന് പുറത്തായ നഗരസഭകൾക്ക് നഷ്ടമാവുക. തുക കിട്ടുമെന്ന് കരുതി നഗരസഭകളിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫണ്ട് തരില്ല എന്ന ഒരു ഉത്തരവും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. നികുതി പിരിവിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായിട്ടില്ല. നികുതി പരിഷ്കരണത്തിന് ശേഷം നിരവധി ആളുകൾ കോടതിയെ സമീപിച്ചതിനാൽ വലിയ സംഖ്യ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുണ്ട്. നഗരസഭ സാമ്പത്തികമായി സുരക്ഷിതമാണ്. യാതൊരു കെടുകാര്യസ്ഥതയും ഉണ്ടായിട്ടില്ല. ഫണ്ട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും 24 നഗരസഭകളും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൻ്റെ ആദ്യ ഗഡു വന്നപ്പോൾ കേരളത്തിലെ 24 നഗരസഭയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായി നികുതി പിരിവിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായില്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഫണ്ട് ലഭ്യമാവില്ല എന്നോ ഫണ്ട് തരില്ല എന്നോ ഒരു ഉത്തരവും ഇതുവരെയും ഈ 24 നഗരസഭകൾക്കും ലഭ്യമായിട്ടില്ല. 2016 ടാക്സ് പരിഷ്കരണത്തിന് ശേഷം നിരവധിയായ ആളുകൾ കോടതിയൊക്കെ സമീപിച്ചുകൊണ്ട് നികുതി അടയ്ക്കുന്നതിന് സ്റ്റേ ഒക്കെ വാങ്ങിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വലിയൊരു സംഖ്യ നികുതി നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുണ്ട്. അത് പിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളായിട്ട് നഗരസഭ മുന്നോട്ട് പോവുകയാണ്. നികുതിയുടെ വലിയൊരു സംഖ്യ കുടിശ്ശിക ഇനിയും പിരിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാവാം ഫണ്ട് തടഞ്ഞു വയ്ക്കാൻ കാരണം. എന്തായാലും ഫണ്ട് കിട്ടുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 24 നഗരസഭകളും ഇടപെട്ടിട്ടുണ്ട്. വലിയ താമസമില്ലാതെ തന്നെ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഫണ്ട് ലഭിക്കില്ല എന്ന് ഒരു തലത്തിലും നിർദ്ദേശവും അറിയിപ്പും ഒരു ഉത്തരവും ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. യാതൊരു സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നുള്ളതും അത്തരം ഒരു ആരോപണവും എവിടുന്നും ഉയർന്നില്ല. ചെർപ്പളശ്ശേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സുരക്ഷിതത്വം തന്നെ നേടുന്നത്. എല്ലാ സാമ്പത്തിക സുരക്ഷിതത്വവും ഈ നഗരസഭ നേടിയിട്ടുണ്ട്. അത് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. മണ്ണാർക്കാട് നഗരസഭയിൽ വികസന ഫണ്ടുകളിൽ 20% തുക അധ്യക്ഷന്റെ വിഹിതമായി നീക്കിവെക്കണമെന്ന നിർദ്ദേശം 2 സ്ഥിരം സമിതികൾ തള്ളി. 4 സ്ഥിരം സമിതികൾ വിയോജനക്കുറിപ്പോടെ പാസാക്കി. ആരോഗ്യ സ്ഥിര സമിതിയിൽ നിർദ്ദേശം പാസ്സായത് കാസ്റ്റിംഗ് വോട്ടോടെ. ധനകാര്യ കമ്മീഷൻ അൺഎയ്ഡ് ഗ്രാന്റിൽ നിന്ന് 20% ചെയർമാൻ വിഹിതമായി നീക്കിവെക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയാണ് സ്ഥിരം സമിതികളിൽ നിന്ന് എതിർപ്പുയർന്നത്. UDFന് ഭൂരിപക്ഷമുള്ള ക്ഷേമം, വികസനം, വിദ്യാഭ്യാസം, വികസന സമിതികളിലാണ് വിയോജനക്കുറിപ്പോടെ പാസാക്കിയത്. മരാമത്ത് സ്ഥിരം സമിതിയിൽ നിർദ്ദേശം തള്ളി. ധനകാര്യത്തിൽ പാസാക്കാനായില്ല. 2024-25 വർഷത്തെ കരട് പദ്ധതിയിൽ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറിന്റെ വാർഡായ മുണ്ടേക്കരാട് വാർഡിലേക്ക് മാത്രം തുക വകയിരുത്തിയതും അധ്യക്ഷന് 20% നീക്കിവെച്ചതിനെയുമാണ് അംഗങ്ങൾ എതിർത്തത്. മുസ്ലിം ലീഗിലെ സി ഷെഫീഖ് റഹ്മാൻ ചെയർമാനായ ആരോഗ്യ സ്ഥിരം സമിതിയിൽ 4 അംഗങ്ങളാണ് ഉള്ളത്. ഷെഫീഖിനെ കൂടാതെ ലീഗിലെ സി മുജീബ്, CPMലെ കെ മൻസൂർ, BJPയിലെ പി പ്രസാദ് എന്നിവരാണ് അംഗങ്ങൾ. BJPയും CPMും വിയോജിച്ചതോടെ തുല്യ വോട്ടുകളായി. തുടർന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷെഫീഖ് റഹ്മാന്റെ കാസ്റ്റിംഗ് വോട്ടോടെയാണ് പാസ്സായത്. കോൺഗ്രസിലെ കെ പ്രസീദ അധ്യക്ഷയായ ധനകാര്യ സ്ഥിരം സമിതിയിൽ സ്വതന്ത്ര അംഗം നിർദ്ദേശത്തെ അനുകൂലിച്ചു. BJPയിലെ N ലക്ഷ്മി, CPMലെ റെജീന ബാനു, N സിന്ധു എന്നിവർ എതിർത്തതോടെ നിർദ്ദേശം പാസ്സാക്കാനായില്ല.
UDF അംഗങ്ങളില്ലാത്ത മരാമത്ത് സമിതിയിൽ നിർദ്ദേശം പാടെ തള്ളി. വികസന കരട് പദ്ധതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ കൗൺസിലിൽ യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കം ചോദ്യം ചെയ്തതിനെ തുടർന്ന് മാറ്റിവെച്ച കൗൺസിൽ യോഗം തിങ്കളാഴ്ച രാവിലെ 10:30 നടത്തും. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഇൻഡോർ മാർക്കറ്റ് പൂർത്തീകരിക്കുന്നതിന് KURDFCയിൽ നിന്നും 30 കോടി രൂപ വായ്പ എടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നഗരസഭയ്ക്ക് അനുമതി നൽകി. വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ നഗരസഭയ്ക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ടിൽ കുറവ് വരുത്തി ബന്ധപ്പെട്ട ബാങ്കിന് സർക്കാർ നൽകുമെന്ന വ്യവസ്ഥയിലാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഇൻഡോർ മാർക്കറ്റ് നിർമ്മാണം പാതി വഴിയിൽ സ്തംഭിച്ചതോടെ നിക്ഷേപം തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ സമരരംഗത്ത് ഇറങ്ങിയിരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിലെ പഴയ നഗരസഭാ മാർക്കറ്റ് പൊളിച്ചു നീക്കി 2.25 ഏക്കർ സ്ഥലത്താണ് ആധുനിക ഇൻഡോർ മാർക്കറ്റ് നിർമ്മാണം ആരംഭിച്ചത്. 2019 നവംബറിൽ നിക്ഷേപ സംഗമത്തിലൂടെ നിക്ഷേപം സമാഹരിക്കുകയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയുമായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ വാണിജ്യ സമുച്ചയം നിർമ്മിക്കാനാണ് പദ്ധതി. 2 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമായി. ഫണ്ട് കുടിശ്ശിക വരുത്തിയതോടെ സൊസൈറ്റി നിർമ്മാണം നിർത്തിവെച്ചു. നിർമ്മാണ പ്രവൃത്തികൾ വർഷങ്ങളായി സ്തംഭിച്ചു കിടന്നതോടെ നിക്ഷേപകർ സമരം പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരുന്നു. KURDFCയിൽ നിന്നും 30 കോടി രൂപ വായ്പ എടുക്കുന്നതിന് നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ ഇൻഡോർ മാർക്കറ്റിന്റെ പൂർത്തീകരണത്തിന് വഴിതെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. വൈകാതെ KURDFCയുമായി നഗരസഭയ്ക്ക് കരാറിൽ ഏർപ്പെടാനും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനും സാധിക്കും. ഇതേസമയം വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ നഗരസഭയ്ക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും കുറവ് വരുത്തി ബന്ധപ്പെട്ട ബാങ്കിന് നൽകുമെന്ന വ്യവസ്ഥയിലാണ് വായ്പ എടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം മൂലം ദുരിതം പേറുന്ന ജനത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. അരങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പാവുക്കോണം 11-ാം വാർഡിലെ ജനങ്ങളാണ് പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. അരങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പാവുക്കോണം 11-ാം വാർഡ് പ്രദേശവാസികൾ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം മൂലം ദുരിതം അനുഭവിക്കുകയാണ്. നിയമപരമായും അല്ലാതെയും വാർഡ് പരിധിയിൽ മാത്രം ചെറുതും വലുതുമായ 15ഓളം ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു. ഇവയിൽ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്നും അനുമതി കാലാവധി പൂർത്തിയായതിനെ തുടർന്നും ഭൂരിഭാഗം ക്വാറികളും പ്രവർത്തനം നിർത്തിവെച്ചു. നിലവിൽ നെല്ലറക്കാട് പറക്കാട് ഭാഗത്ത് ആരംഭിച്ച ഗ്രാൻഡ് ടെറ്റ് സാൻഡ് ആൻഡ് അഗ്രിക്കേറ്റ് എന്ന ക്വാറിയുടെ പ്രവർത്തനമാണ് പ്രദേശത്തെ ജനജീവിതം ദുരിതപൂർണമാക്കുന്നത്. വാണിയംകുളം, ചളവറ, അരങ്ങനടി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് ഇവിടം. 500ഓളം കുടുംബങ്ങൾക്കാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ഭീഷണിയായി മാറുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ക്വാറിക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും K-ഷിഫ്റ്റ് സംവിധാനത്തിലൂടെ പ്രവർത്തനാനുമതി നേടിയെടുക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുമ്പ് പ്രവർത്തിച്ചിരുന്ന പല ക്വാറികളും പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ആയിട്ട് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയതായി എല്ലാ സന്നാഹങ്ങളോടും കൂടി ഒരു ക്വാറി പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാൻഡ് ടെക് സാൻഡ് അഗ്രിഗേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. പ്രവർത്തിക്കാൻ തുടങ്ങി ഏകദേശം 1 മാസമാണ് ആയിട്ടുള്ളൂ. പക്ഷെ അവിടെ പോയി പരിശോധിച്ചാൽ 1 വർഷമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വലിയ രൂപത്തിലുള്ള ഖനനമാണ് നടക്കുന്നത്. അത് താഴെ കാർഷിക ഭൂമിയാണ് ഈ ക്വാറിയുടെ താഴെയുള്ളത്. പാറമേൽ പടിയത്ത് പാറമേൽ പാടശേഖരം ആണ് അതിന്റെ താഴെ. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്ന് വരുന്ന കണ്ടും ചെളിയും മണ്ണും ഒക്കെ വന്നാൽ ആ പാടശേഖരത്തിന്റെ താഴെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഈ രൂപത്തിൽ 11-ാം വാർഡിൽ മാത്രം ഇത്രയും വലിയ രൂപത്തിലുള്ള ഖനനം നടക്കുന്നതിൽ ആ പ്രദേശവാസികൾ വലിയ ഭീഷണിയിലാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അത് നാടിനെ വലിയ അപകടമാണ്. ആ പ്രദേശത്തെ ഒരു മരുഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മാസം 12-ാം തീയതി ഫെബ്രുവരി മാസം 12-ാം തീയതി 10 മണിക്ക് ക്വാറിയുടെ മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും മറ്റു നിയമപരമായ രീതിയിൽ സമര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ക്വാറിക്കായി അനുമതി നൽകിയ വിവിധ വകുപ്പുകൾ പുനർപഠനം നടത്താൻ തയ്യാറാവണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. പാരിസ്ഥിതിക പഠനങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ ക്വാറിയുടെ പ്രവർത്തനം. ഇത് പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം കുടിവെള്ളത്തിനും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും ഉൾപ്പെടെ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ്
പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് സംയുക്ത സമരസമിതി രൂപീകരിച്ചത്. ക്വാറിയുടെ പ്രവർത്തനം സമീപ വീടുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും സമരസമിതിക്കാർ പറഞ്ഞു. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് ക്വാറിയുടെ മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും തുടർന്ന് നിയമപരമായി മുന്നോട്ടു പോകാനുമാണ് തീരുമാനം. സമരസമിതി ചെയർമാൻ ടി.കെ. മുഹമ്മദ്, കൺവീനർ ടി.പി. അബു സാലിഹ്, വാർഡ് മെമ്പർ സി.കെ. രമ, പി.കെ. മുഹമ്മദ് അലി, ടി.കെ. സെയ്ദൽവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുനാൽക്കൽ കാളവേല ആഘോഷത്തെ വരവേൽക്കാനൊരുങ്ങി ചെർപ്പളശ്ശേരി. ആഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു. നഗര നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ 2 ദിവസത്തേക്ക് നിർത്തിവെക്കും. ചെർപ്പളശ്ശേരിയെ ആഘോഷത്തിമിർപ്പിലാക്കിക്കൊണ്ടാണ് പ്രസിദ്ധമായ പുതുനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷം കൊണ്ടാടുന്നത്. ജനുവരി 16 മുതൽ ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ നടക്കുന്ന പൂരം കാളവേല താലപ്പൊലിയോടെ സമാപിക്കും. ചെർപ്പളശ്ശേരിയുടെ ഏറ്റവും വലിയ ആഘോഷമായ പുതുനാൽക്കൽ കാളവേലയോടനുബന്ധിച്ച് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നഗരസഭയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പി. രാമചന്ദ്രൻ പറഞ്ഞു. കാളവേല ആഘോഷത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ആഘോഷ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചെർപ്പളശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നഗര നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ 2 ദിവസത്തേക്ക് നിർത്തിവെക്കാനും റോഡിൻ്റെ വശങ്ങളിൽ കുഴികളും മറ്റും നികത്തി വൃത്തിയാക്കാനും നിർദ്ദേശം നൽകിയതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു. നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിൻ്റെ മുഴുവൻ സമയ സേവനവും കാളവേല ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കും. പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ക്രമീകരണങ്ങൾ നടത്താൻ തീരുമാനിച്ചതായും ചെയർമാൻ പി. രാമചന്ദ്രൻ പറഞ്ഞു. കാളവേല പൂരാഘോഷങ്ങളുടെ ഭാഗമായി ചെർപ്പളശ്ശേരിയിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ചേർന്നുകൊണ്ട് നഗരസഭയും നടത്തിയിട്ടുണ്ട്. ആളുകൾക്ക് വേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉത്സവം കാണുന്ന ഇപ്പോൾ റോഡ് പണി എന്ന വിഷയം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി റോഡ് കമ്പനിയുടെ പ്രവർത്തനം 2 ദിവസം നിർത്തിവെക്കാനും അതിന് മുമ്പായിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള എല്ലാ വൃത്തികേടുകളും മാറ്റി വൃത്തിയാക്കാനും അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നഗരസഭയുടെ ശുചീകരണ വിഭാഗം നഗരസഭ മൊത്തം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ ആവശ്യമായ പ്രവർത്തനം നടത്താൻ കുടിവെള്ള ലഭ്യതയ്ക്ക് ആവശ്യമായ സ്റ്റാളുകളുടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നഗരസഭ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ എല്ലാവിധ ഉദ്യോഗസ്ഥരും യോഗം നഗരസഭ വിളിച്ചു ചേർത്ത് എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് 25,89,451 രൂപ വരവും 25,66,58,000 രൂപ ചിലവും 22,44,451 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ദാരിദ്ര്യ ലഘൂകരണം, സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം, വൃദ്ധജനക്ഷേമം, വനിതാക്ഷേമം, ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമം, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, മാലിന്യമുക്ത പഞ്ചായത്ത് തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് എം സുകുമാരനാണ് അവതരിപ്പിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തെ പരിഷ്കരിച്ച ബഡ്ജറ്റും ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. 24-25 വർഷത്തെ ബഡ്ജറ്റിലെ സംക്ഷിപ്തവും പ്രധാന വരവ് ചെലവുകളും അവതരിപ്പിക്കുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് 21,66,011 രൂപ. നികുതി വരുമാനം 80 ലക്ഷം. നികുതിയേതര വരുമാനം 65,30,000. ആകെ തനത് ഫണ്ട് 1,43,50,000. ജനറൽ പർപ്പസ് ഗ്രാൻഡ് 1,41,00,000. ആകെ 2,86,30,000 രൂപ. മറ്റ് റവന്യൂ ഗ്രാൻറ്റുകൾ പദ്ധതി ചെലവുകൾ 10,17,48,520. ഉൽപാദന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. സെക്രട്ടറി എസ് ജയപ്രകാശ്, മെമ്പർമാർ, ജീവനക്കാർ, നിർവഹണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജനപ്രിയവും സമഗ്രവുമായ ബജറ്റ് അവതരിപ്പിച്ച അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് 44.62 കോടി രൂപ വരവും 40.05 കോടി രൂപ ചിലവും 56.6
6.1 ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയ 2024-25 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ ഷബീർ കറുമുക്കിലാണ് അവതരിപ്പിച്ചത്. തിരുമാന്താംകുന്നിൽ നക്ഷത്രവനം, വയോജനങ്ങൾക്ക് മന്ദഹാസം പദ്ധതി, പട്ടികജാതി BPL കുടുംബങ്ങളിലേക്ക് വൈഫൈ പദ്ധതിയെല്ലാം അടങ്ങിയതാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബജറ്റ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഷബീർ കറുമുക്കിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 44.62 കോടി രൂപ വരവും 44.05 കോടി രൂപ ചെലവും 56.61 ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. 44,62,50,927 രൂപ വരവും 44,59,620 രൂപ ചെലവും 56,61,307 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ തനത് വരുമാന മാർഗങ്ങളിൽ മുഖ്യമായത് കെട്ടിട നികുതിയാണ്. നികുതിയേതര വരുമാന മാർഗങ്ങളിൽ മുഖ്യമായത് കെട്ടിട നിർമ്മാണ ഫീസുമാണ്. ഈ ഇനത്തിൽ വന്നിട്ടുള്ള വർധനവ് വരുമാനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. നികുതി ഇനത്തിൽ 2,85,50,000, നികുതിയേതര വരുമാനം 1,90,52,500 രൂപയും, ജനറൽ പർപ്പസ് ഫണ്ട് 3,92,60,000 രൂപയും, പദ്ധതി ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, പെൻഷൻ ഉൾപ്പെടെ സംസ്ഥാന ആവിഷ്കൃത വരവുകൾ, തൊഴിലുറപ്പ് ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത വരവുകൾ, മറ്റു വായ്പാ വരവുകളും ഉൾപ്പെടെ ആകെ 42,11,96,620 രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നെൽകൃഷി, പാർപ്പിടം, ഗതാഗത, പശ്ചാത്തല വികസനം തുടങ്ങിയ മേഖലകൾക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതിക്കും മാലിന്യ സംസ്കരണത്തിനും ഇത്തവണത്തെ ബജറ്റ് മുൻഗണന നൽകുന്നു. ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത യോഗ്യമല്ലാതായ എല്ലാ റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. നെൽകൃഷി, മൃഗസംരക്ഷണം, കാലിത്തീറ്റ പദ്ധതി, ആധുനിക സൗകര്യങ്ങളോടെ മാലിന്യ സംസ്കരണം, അങ്ങാടിപ്പുറം സൗന്ദര്യവൽക്കരണം, ചാത്തോലിക്കുണ്ട് അണ്ടർപാസ്, അംഗൻവാടികൾ മോടികൂട്ടൽ, പുത്തനങ്ങാടി സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾ ബജറ്റിലുണ്ട്. പട്ടികജാതി BPL കുടുംബങ്ങളിലേക്ക് വൈഫൈ സംവിധാനം ഒരുക്കൽ, തിരുമാന്താംകുന്നിൽ നക്ഷത്രവനം പദ്ധതി, വയോജനങ്ങൾക്ക് പോഷകാഹാരം കിറ്റ് വിതരണം, അവർക്ക് പുതിയ പല്ല് വെച്ച് നൽകുന്ന മന്ദഹാസം, അംഗനവാടികൾക്ക് യൂണിഫോം തുടങ്ങിയ വ്യത്യസ്ത പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കും. പഞ്ചായത്തിൽ ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയം നിർമ്മാണം, സ്പോർട്സ് കിറ്റ് തുടങ്ങി യുവാക്കളുടെ കായിക സ്വപ്നങ്ങൾക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് ഫെബ്രുവരി 13 ചൊവ്വാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ചെറുകിട വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തുന്ന ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിൻ്റെ ഭാഗമായാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മരുന്നു ഷാപ്പുകൾ, ഹോട്ടലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടും. അമിതമായി വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ്, ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക, ട്രേഡ് ലൈസൻസിൻ്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, പെട്രോൾ ഡീസൽ സെസ് വർധന, ഇലക്ട്രിസിറ്റി ചാർജ് വർധന എന്നിവ പിൻവലിക്കുക, ബദൽ സംവിധാനമൊരുക്കാതെ അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ നിരന്തരമായി വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധിക്കുന്നത്. ചെറുകിട വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം ചെറുകിട വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണ്. പല കൊച്ചു വ്യാപാരികൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഇനിയും വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ചെറുകിട വ്യാപാര മേഖല നിലനിർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 15 ലക്ഷം വ്യാപാരികൾ ഒരു വ്യാപാര സംരക്ഷണ യാത്ര നടത്തുകയാണ്. കഴിഞ്ഞ 29-ാം തീയതി കാസർഗോഡ് നിന്ന്
വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് 14 ജില്ലകളും കവർ ചെയ്ത് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഒരു സമ്മേളനത്തോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം GSTയുടെ പേരിൽ പറഞ്ഞ് വ്യാപാരികളെ പീഡിപ്പിക്കുക, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് ഓഫ് ഇന്ത്യ FSSAIയുടെ പേരിൽ ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുക. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് പോലും ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കാനാണ് എന്നാണ് വ്യാപാരികൾ മനസ്സിലാക്കുന്നത്. കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കുത്തക വ്യാപാരം ചെറിയ ചെറിയ ഗ്രാമത്തിലേക്ക് പോലും ടാറ്റയുടെയും ബിർളയുടെയും സ്ഥാപനങ്ങൾ എത്തിച്ചേരുകയാണ്. ഇത്തരത്തിൽ ഈ വൻകിട കുത്തക വ്യാപാരികൾ വരുമ്പോൾ ചെറുകിട വ്യാപാരികൾ തീർത്തും ഇല്ലാതാവുകയാണ്, ഒരു വിഭാഗം തന്നെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച 13-ാം തീയതി കേരളത്തിൽ അങ്ങോളമുള്ള 15 ലക്ഷം കടകളും അടച്ചിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം, സെക്രട്ടറി രമേശ് പൂർണിമ, ട്രഷറർ യു ജോൺസൺ, ഷമീർ യൂണിയൻ, സജി ജനത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അണിഞ്ഞൊരുങ്ങിയെത്തിയ ദേശവേലകളുടെ സംഗമത്തിൽ അലനല്ലൂർ അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. 42 ദിവസത്തെ കളമെഴുത്തുപാട്ടിന് സമാപനം കുറിച്ചാണ് ശനിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചത്. താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 3 ശനിയാഴ്ച തുടക്കം കുറിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്തനൃത്യങ്ങളും മെഗാ തിരുവാതിരക്കളിയും ഗാനമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. 42 ദിവസത്തെ കളമെഴുത്തുപാട്ടിന് സമാപനം കുറിച്ചാണ് ശനിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചത്. വൈകിട്ട് 3:30 മുതൽ തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര പുരാഘോഷ കമ്മിറ്റി വേലയും മറ്റ് 5 ദേശവേലകളും വിവിധ വാദ്യഘോഷങ്ങളും ഗജവീരന്മാരുടെ അകമ്പടിയോടെ അലനല്ലൂർ ടൗണിലൂടെ വന്ന് ക്ഷേത്രമുറ്റത്ത് അണിനിരന്നു. വൈകുന്നേരം 5 മണിക്ക് കല്ലുവഴി മുരളി നമ്പീശൻ്റെ നേതൃത്വത്തിൽ മേളം, തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. രാത്രി 8 മണിയോടുകൂടി കാഴ്ചശിവേലി ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ഇരട്ട തായമ്പകയുമുണ്ടായി. കടമ്പഴിപ്പുറം പാലത്തറ ഭരണിവേല മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പനാവൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അതുൽ കൃഷ്ണ, ശ്രേയ രാംകുമാർ എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പകയും നന്ദകിഷോര ചുണ്ടേക്കാട് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും കൊടിയേറ്റം ദിനത്തിൽ അരങ്ങേറി. ഞായറാഴ്ച സംഗീത സന്ധ്യ, നൃത്തനൃത്യങ്ങൾ, 12-ാം തീയതി തിങ്കളാഴ്ച ഭരതനാട്യം, സിനിമാറ്റിക് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ്, മിലാവിൽ തൃത്തായമ്പക, 13-ാം തീയതി ചെറിയാറാട്ട് ദിവസം ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ, 14-ാം തീയതി വലിയാറാട്ട് ദിവസം ഓട്ടംതുള്ളൽ, രാത്രി 9 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി ആറാട്ട് എഴുന്നള്ളിപ്പ്, കല്ലുവഴി പ്രകാശനും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം, തുടർന്ന് കാളകളി എന്നിവ നടക്കും. ഫെബ്രുവരി 15 വ്യാഴാഴ്ച വൈകിട്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള ദേശപ്പാനയും പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, ഫ്യൂഷൻ, പാണ്ടിമേളം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടുകൂടി ദേശക്കാളകളും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് കമ്പം കത്തിക്കലും നടക്കും. 16 രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയിറങ്ങുന്നതോടുകൂടി ഭരണി മഹോത്സവം സമാപിക്കും. ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശവും ഉത്സവവും തുടങ്ങി. മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങ് തുടങ്ങിയത്. ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം, അഷ്ടബന്ധ കലശം, സഹസ്രകലശാഭിഷേകം എന്നീ താന്ത്രിക ചടങ്ങുകളും ധ്വജപ്രതിഷ്ഠ, നാഗരാജപ്രതിഷ്ഠ ചടങ്ങുകളും ഉത്സവവും ഫെബ്രുവരി 9 മുതൽ 23 വരെയാണ് നടക്കുന്നത്. 1000-ലധികം വർഷം പാരമ്പര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവീകരണ കലശവും പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കുന്നത്. 13 ദിവസത്തെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരം പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള
ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി, ചേറമ്പറ്റ തൃക്കാരമണ സുധീഷ് ഭട്ടതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ ക്ഷേത്രം മാതൃസമിതികളുടെ തിരുവാതിരക്കളി, ആനമങ്ങാട് ചിലങ്ക നൃത്തവിദ്യാലയത്തിൻ്റെയും ശ്രുതിലയ നൃത്തകേന്ദ്രയുടെയും നൃത്തനൃത്യങ്ങൾ, പുറമണ്ണൂർ ശോഭന ടീച്ചറുടെ ഭക്തി പ്രഭാഷണം, വാസുദേവാനന്ദ ബ്രഹ്മശ്രീ ഭൂതിസ്വാമികൾക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരണം, പനമണ ശശി, ചെറുപ്പശ്ശേരി രാജേഷ് സംഘത്തിൻ്റെ ഡബിൾ തായമ്പക, മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളൽ, പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെയും സംഘത്തിൻ്റെയും പഞ്ചാരിമേളം, ഒറ്റപ്പാലം ഹരി, ചെറുപ്പശ്ശേരി ഹരിഹരൻ സംഘത്തിൻ്റെ പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടക്കും. 18 ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് ബ്രഹ്മശ്രീ പെരുവനം കുട്ടന്മാരും സംഘവും നയിക്കുന്ന പഞ്ചാരിമേളം നടക്കുന്നത്. 23 രാവിലെ 8 മണിക്ക് ആറാട്ടെഴുന്നള്ളിപ്പിനും ആറാട്ടുബലിക്കു ശേഷമാണ് കൊടിയിറക്കം. ക്ഷേത്രക്കുളത്തിൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് വാദ്യഘോഷങ്ങളാൽ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൻ്റെ 147-ാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന CR രാജശ്രീ ടീച്ചർക്ക് യാത്രയയപ്പും നൽകി. തലമുറകളുടെ പാരമ്പര്യമുള്ള അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൻ്റെ 147-ാമത് വാർഷികമാണ് വർണ്ണാഭമായി ആഘോഷിച്ചത്. രാവിലെ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ 147-ാമത് വാർഷിക യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ ടീച്ചർ സൂചിപ്പിക്കേണ്ടായി, ഇത്രയും പഴക്കമുള്ള ഒരു സ്കൂൾ നമ്മുടെ ഈ അടുത്തൊന്നും ഇല്ല എന്നുള്ളത്. ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പഠിച്ചിറങ്ങി വലിയ വലിയ നിലകളിൽ എത്തുകയും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ മക്കളൊക്കെ തന്നെ നമ്മുടെ ഈ സ്കൂൾ പഠിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ സ്കൂളുകൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അധ്യാപിക CR രാജശ്രീക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ MSc മാത്തമാറ്റിക്സ് റാങ്ക് ഹോൾഡർ അഞ്ജലി KC-യെയും ദേശീയ വടംവലി താരം മേഘ CP-യെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് K. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ശ്രീധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ് കുമാർ, KC ശങ്കരൻ, ലത PS, പ്രിയേഷ് NP, മുരളീധരൻ K, N സുകന്യ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. രക്ഷിതാക്കളും നാട്ടുകാരും വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു.
ഷൊർണൂർ കാരക്കാട് തത്തങ്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹത്തിന് ഞായറാഴ്ച സമാപനമാകും. വിവിധ പരിപാടികളാണ് സപ്താഹത്തിൻ്റെ ഭാഗമായി അരങ്ങേറിയത്. ഷൊർണൂർ കാരക്കാട് തത്തങ്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 4 മുതൽ 11 വരെയാണ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹം നടക്കുന്നത്. മങ്ങാട് മുരളീധരൻ നമ്പീശനാണ് യജ്ഞാചാര്യൻ. രാധാദേവിയാണ് യജ്ഞ പൗരാണിക. സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം നടന്നു. തുടർന്ന് രാത്രി തിരുവാതിരക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മന്മഥ മന്മഥൻ മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വേടി കടിച്ചുവാണോ ചെമ്മേ ഞാൻ മംഗളം നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മംഗളം മംഗളം മാരുദേശ മംഗളം മംഗളം ലോകനാഥേ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ. ജീവനായി തന്നോട് ഭക്തിയാൽ ഭാവത്താൽ ശ്രീകൃഷ്ണൻ ഘോഷിക്കവേ ജീവന്മാർക്കേവർക്കും ഭാവുകമേകുന്ന ദിവ്യ സുദീനം തന്വന്നിടവേ ആമോദം കൊണ്ടങ്ങോ മാമുനി വൃന്ദവും ബ്രഹ്മാന. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. SYS പെരിന്തൽമണ്ണ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ മുഖാമുഖം സംഘടിപ്പിച്ചു. സലഫിസം നാസ്തികതയുടെ കവാടം എന്ന പ്രമേയത്തിലാണ് ആദർശ മുഖാമുഖം നടന്നത്. ഈ തവാഫ് ചെയ്യലും ഉംറ ചെയ്യലും ഹജ്ജ് ചെയ്യലൊക്കെ റസൂലുള്ളാഹിന്റെ മാതൃക അല്ലേ? ഈ റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതിന് പുറമെ ഏഴാം ആകാശമൊക്കെ തുറന്നു ഈ കഅബ ഇങ്ങനെ അദ്ദേഹത്തെ ചുറ്റിനോണ്ടിട്ട് അല്ലേ? കഅബ ഇളകിയപ്പോൾ ഏഴാം ആകാശം തുറന്ന് മലക്കുകളും അള്ളയും റിഫായി എന്ന അള്ളാഹ് വിളിച്ചോ പറഞ്ഞാൽ അത് വിശദീകരിക്കും. ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ദഫ് മുട്ടാൻ ആര് കാണിച്ചതോ അതുകൊണ്ടല്ലേ മക്കികൾ പറഞ്ഞത് ഇമ്പിതിവിടെ പറ്റില്ല അല്ലേ? പിന്നെ അള്ളയും മലക്കുകളും എന്തേ പറഞ്ഞത്? ഒളിവ് റിഫായി അള്ളാഹ് വിളിച്ചോ പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? കാരണം അള്ളാഹുവിന്റെ ഒരു ഔലിയ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. കാരണം എത്ര ഭക്തിയാദരോടുകൂടി ചെല്ലുന്ന സ്ഥലങ്ങളാണ് മക്ക മദീന എന്നൊക്കെ പറഞ്ഞാൽ. ഇത് ദഫൂട്ട് ചെല്ലുമ്പോൾ ഇതാ ചോദിക്കുന്നത്. അള്ളയും അള്ളാന്റെ മലക്കുകളും ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ എവിടെയാണ് ഔലിയ നടക്കുന്നത്? അപ്പൊ അള്ള എവിടെയാണ്? എന്താ ചോദ്യം? അള്ള എവിടെയെന്ന് ചോദിച്ചാൽ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ അൽ-റിഫാഇ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോ ദഫ് മുട്ടി മഹാനവറുകൾ. ദഫ് മുട്ടുക എന്നത് ഹറാമായ കുറ്റകരമായ കാര്യങ്ങളൊന്നുമല്ല, ഒരു അനുവദനീയമായ കാര്യമാണ്. ചില ഘട്ടങ്ങളിൽ അത് സുന്നത്തുമാണ്. അങ്ങനെയുള്ള ഉപകരണമാണ് ഈ ദഫ് എന്ന് പറയുന്നത്. അത് മുട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കഅബാലയത്തിന് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ മക്കത്തുള്ളവർ, മക്കികൾ എന്നുള്ളൂ, മക്കത്തുള്ള ഉലമാക്കൾ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ അതിൽ മാലയിൽ ഇല്ല. മക്കികൾ, മക്കത്തുള്ളവർ, ഇംബിതം വേണ്ടെന്ന് ചൊന്നവർ, ഇങ്ങനെ നിങ്ങൾ ദഫൊന്നും മുട്ടിപടെ തവാഫ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ദഫ് മുട്ടുന്നതിനെ കുറിച്ച് നിരോധിച്ചു. അപ്പൊ ശൈഖ് റിഫാഇ എന്തു ചെയ്തു? മാലയിൽ പറയുന്നു കഅബാലയത്തിൽ ആ ദഫ് അങ്ങ് കൊളത്തി എന്നാണ്. വലിയത്തിനെ നിങ്ങൾ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അത് ആദ്യം കേൾക്കുക. ഭയങ്കര ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് നിങ്ങൾ ധരിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ധാരണയ്ക്ക് മുഖാമുഖത്തോടെ തിരുത്താൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. മലക്കുകൾക്ക് വിളിക്കാം, ഔലിയാക്കൾക്ക് വിളിക്കാം, ഒരു പ്രശ്നമില്ലേ. മലക്കുകളൊന്നും കാലത്ത് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇത് കാലത്തിൽ മലായികത്തു, മലക്കുകളാ ഒന്നാകെ വിളിച്ചത് യാ മറിയമൂൻ. അപ്പോഴേക്ക് എവിടെ മറിയം എവിടെ? ആകെ അത്ഭുതമല്ലോ എന്ന് ഞെട്ടണ്ട, കണ്ണൂരിട്ടണ്ട. ഇതൊക്കെ ഒന്നുമില്ല, ഒരു സംഗതിയില്ല, വളരെ ലളിതമായ സംഗതിയാണിത്. ഔലിയാക്കളുടെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാകുന്നത്.
SYS പെരിന്തൽമണ്ണ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിലാണ് ആദർശ മുഖാമുഖം നടന്നത്. സലഫിസം നാസ്തികതയുടെ കവാടം എന്ന പ്രമേയത്തിലാണ് ആദർശ മുഖാമുഖം നടന്നത്. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മൂർത്തല ശിഹാബ് തങ്ങൾ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് ജാഫർ അഹ്സനി അധ്യക്ഷത വഹിച്ചു. അലവി സക്കാഫി കൊളത്തൂർ, അബ്ദുൾ റഷീദ് സക്കാഫി അലങ്കുളം, അബ്ദുൾ അസീസ് സക്കാഫി വാളാങ്കുളം എന്നിവർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. അബ്ദുൾ അസീസ് സക്കാഫി വളാംകുളം, ഇബ്രാഹിം സക്കാഫി പുഴക്കാട്രി, സിദ്ദീഖ് സക്കാഫി അരിയൂർ എന്നിവർ വിഷയാവതരണം നടത്തി. സ്ത്രീ ജുമുഅ ജമാഅത്ത് ഫെമിനിസത്തിന് കുടപിടിക്കുകയാണെന്ന് സലഫിസം. നാസ്തികത ഗന്ധവിശ്വാസമാണ്. സൽഫിസം നാസ്തികതയിലേക്ക് എന്നീ 3 വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. 2018 മാർച്ച് മാസത്തിൽ വാഷിംഗ്ടൺ പോസ്റ്റുമായി സൗദിയുടെ കിരീടാവകാശി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? സൗദി അറേബ്യയിൽ വഹാബിസം പ്രചരിപ്പിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന്. പാശ്ചാത്യ രാജ്യത്തിന് എന്ത് താല്പര്യമാണ് വഹാബിസം സൗദി അറേബ്യയിൽ പ്രചരിപ്പിക്കാൻ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സാമ്രാജ്യത്വത്തിന് ദാസ്യപ്പണിയെടുക്കുകയാണ് ഈ രാജ്യത്തെ സലഫി ആദർശം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമുദായത്തിന്റെ പേരിൽ അനാവശ്യമായ രീതിയിലുള്ള ശിർക്കാരോപണം നടത്തുകയാണ്. ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി പലരും പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണനയും സ്വാതന്ത്ര്യവും അവരെ ഒരു മറയുടെ പുറകിലാക്കുകയാണ്. അവരടിച്ചമർത്തപ്പെടുന്ന വിഭാഗമാണ്. അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ചാനലുകളിലെ മാധ്യമങ്ങളിലെയൊക്കെ ചർച്ചകൾ കേട്ടാൽ തോന്നിപ്പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഇന്ത്യ രാജ്യത്താകെയുള്ള പ്രശ്നം മുസ്ലിം സ്ത്രീയുടെ തലയിൽ ധരിക്കുന്ന കുറഞ്ഞ മീറ്റർ കഷ്ണം തുണിയാണ്. ഫെമിനിസം മുന്നോട്ട് വെക്കുന്നു ലിംഗസമത്വം. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ലിംഗസമത്വം പ്രായോഗികമാകുന്നത്? ലിംഗസമത്വം ഒരിക്കലും പ്രായോഗികമല്ല. ലിംഗനീതിയാണ് പ്രായോഗികം. സ്ത്രീകൾ സ്ത്രീകളായതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും അവകാശപ്പെട്ട അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നുവെങ്കിൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കണം. അതേസമയത്ത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പ്രായോഗികമല്ല, ശാസ്ത്രീയമല്ല, ബുദ്ധിപരമല്ല. മുഈനുദ്ദീൻ സക്കാഫി വെട്ടത്തൂർ, KKS തങ്ങൾ പെരിന്തൽമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പളിപ്പുറം പഞ്ചായത്തിൽ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. BRC ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. നാരായണൻകുട്ടി, M. വിനോദ്, അനീഷ് MV, C. ബാലകൃഷ്ണൻ, ഷാംബുജം, ബാബുരാജ്, GUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഓരോ ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന് 2023-24 സാമ്പത്തിക വർഷത്തില് 100 SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നൽകുന്നതിന് ഇന്ന് സാധ്യമായിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് എത്തിയിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അറിയാം, നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി വാണിജ്യ വാർത്തകൾ. ആഘോഷ നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാൻ മരായമംഗലത്തിന് ഇനി റംസ് കൺവെൻഷൻ സെൻറ്റർ. അത്യാധുനിക സൗകര്യങ്ങളോടും വിശാലമായ പാർക്കിംഗ് സംവിധാനത്തോടും കൂടിയ റംസ് കൺവെൻഷൻ സെൻറ്റർ മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പറപ്പൂർ ബാവ ഹുദവി ഉദ്ഘാടനം ചെയ്തു. മാരായമംഗലത്തിന്റെ ഗ്രാമീണ സൗന്ദര്യത്തിന് പകിട്ടേകിക്കൊണ്ടാണ് റംസ് കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാരായമംഗലം ഹൈസ്കൂളിന് സമീപം 20,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റംസ് കൺവെൻഷൻ സെന്റർ എല്ലാവിധ ഫാമിലി ഫംഗ്ഷനുകൾക്കും പൊതുപരിപാടികൾക്കും അനുയോജ്യമായ തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പറപ്പൂർ CH ബാവ ഹുദവി കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നെല്ലായ MT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ വിശിഷ്ടാതിഥിയായി. ഈ അവസരത്തിൽ നമ്മൾക്ക് പല സൗകര്യങ്ങളും പലയായ പഠിക്കുകയും പലയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഉപകാരപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. മഹാരാജാവ് അത് ഉണ്ടാക്കി അതിൽ വേണ്ടി ചെയ്യുന്ന ഇനിയും വേണ്ടവർക്ക് ചെയ്യാനുള്ള ചെയ്യാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് നടത്താൻ നമ്മൾ ഓരോരുത്തരെയും കഴിവുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ച് വളരെ നല്ല നിലയ്ക്ക് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് വാണിയംകുളം മാനു മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ് പ്രിൻസിപ്പൽ സെയ്ദ് അലി വിദാരിമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി പ്രാർത്ഥന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് കെ, മുഹമ്മദ് അലി അൽ അസനി, മരക്കാർ മാരായമംഗലം, ഉമ്മർ നെല്ലായ, KKM ബഷീർ, ഷാജു മാരായമംഗലം, അലി മാസ്റ്റർ കുറ്റിക്കോട്, മൂസ പേങ്ങാട്രി, മുഹമ്മദ് കുട്ടി പുലാക്കാട്, കബീർ പടലത്ത്, ഫൈസൽ MT തുടങ്ങിയവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് റംസ് കൺവെൻഷൻ സെന്റർ ആഘോഷ നിമിഷങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും വിശാലമായ കോൺഫറൻസ് ഹാളും ഡൈനിങ് ഏരിയയും കിച്ചണുമാണ് റംസ് കൺവെൻഷൻ സെന്ററിന്റെ പ്രത്യേകത. മാരായമംഗലം ഹൈസ്കൂളിൽ നിന്ന് 75 മീറ്റർ വിട്ട് ഒരു ഓഡിറ്റോറിയം നടത്താൻ ഉദ്ദേശിച്ചിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും സുഖസൗകര്യമായിട്ട് ഇത് ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വിജയിപ്പിക്കൽ ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും കടമയാണ്. ആയതുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം ആത്മാർത്ഥമായ രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയണം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷനുകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ജ്വല്ലറി ഷോയ്ക്ക് ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തുടക്കമായി. ഡോക്ടർ ലതാ ബിജു ഷോ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് എന്നും പുതിയ മുഖച്ഛായ നൽകിയ ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഷോയ്ക്ക് തുടക്കമായത്. അത്യാധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുസൃതമായ ഡെയിലി വെയർ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരുക്കിക്കൊണ്ടാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് ഫെബ്രുവരി 10 മുതൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തുടക്കമായിരിക്കുന്നത്. ലളിതമായ ഡിസൈനുകളിൽ തീർത്ത വൈവിധ്യമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കളക്ഷൻ തന്നെ മലബാർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരുത്താതെയാണ് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 10 മുതൽ 14 വരെയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഷോ നടക്കുന്നത്. കർണാടക സംഗീതജ്ഞ ഡോക്ടർ ലതാ ബിജു ഷോ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമുള്ള പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ കസ്റ്റമർ സർവീസും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം തന്നെ ഒരു അവസ്ഥ ഉണ്ടായതാണ്. വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതുണ്ടായത്. പിന്നെ അത് മാത്രമല്ല എല്ലാ
റേഞ്ചിലുമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങൾ നമ്മുടെ മനസ്സിനിറങ്ങിയത് അത് പല റേഞ്ചിൽ ഇപ്പം ചില സ്ഥലത്തൊക്കെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ ഹൈ ലെവലിലുള്ള അങ്ങനത്തെ ആഭരണങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില താഴ്ന്ന റേഞ്ചിൽ നമുക്ക് വിചാരിച്ചത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കണ്ടത് അങ്ങനെയല്ല. അത് മാത്രമല്ല നമ്മളോടുള്ള സമീപനവും എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഓരോന്ന് എടുത്തു തരാനുള്ള വിധ ആ ഒരു അതിനെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനൊരു വലിയ ശ്രീമച്ചന്ദ്രന ചർച്ചിതോജ്വലവപൂ ശുക്ലാംബരാ മല്ലികാ മാലാലാളിത കുന്തളാ പ്രഫുല്ല സമ്മുക്താവലീ ശോഭിത സർവജ്ഞാന നിദാന പുസ്തകധര രുദ്രാക്ഷമാലാംകിത വാഗ്ദേവി വദനാംബുജേ വസതു മേ. സോൾ, മൈൻ, ഇറ, ഡിവൈൻ, എത്നിക്സ്, പ്രഷ്യ തുടങ്ങിയ ഡിസൈനുകളിലും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. സ്റ്റോർ ഹെഡ് ബി എസ് ഷഫീർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ, ഷോറൂം മാനേജർ സുദർശൻ, സെയിൽസ് മാനേജർ മണികണ്ഠൻ, മറ്റ് സ്റ്റാഫുകൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. എല്ലാ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്റ്റോർ ഹെഡ് വി എസ് ഷഫീർ പറഞ്ഞു. ഒറ്റപ്പാലം ഷോറൂം എന്ന് പറയുന്നത് 298ാമത്തെ ബ്രാഞ്ചാണ്. ഒക്ടോബർ 2022 നമ്മളുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ജൈത്രയാത്ര ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിനായിട്ട് നമ്മളിവിടെ ഒരു ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആണ് നമ്മൾ 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ് ബ്രാൻഡ്സുകളിലും ഗോൾഡ് ജ്വല്ലറികളിലും സബ് ബ്രാൻഡ്സ് മൈൻ, ഇറ, പ്രഷ്യ, എത്നിക്സ്, ഡിവൈൻ പോലുള്ള സബ് ബ്രാൻഡുകളിൽ നമ്മൾ വിവിധ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയായ സോൾ കളക്ഷൻസ് ആണ് പ്രധാന ഇതിൻ്റെ അട്രാക്ഷൻ. അത് 18 ക്യാരറ്റിൽ തീർത്തുള്ള ഒരു ജ്വല്ലറി ലൈഫ് സ്റ്റൈൽ ജ്വല്ലറീസാണ്. അതിൽ ഇയറിങ്സ് അവൈലബിൾ ആണ്. ചെറിയ 1.5 ഗ്രാം 2 ഗ്രാമിലൊക്കെ വരുന്ന രീതിയിലുള്ള ചെയിനുകളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ സാദരം ക്ഷണിച്ചുകൊള്ളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. ആളപായമില്ല. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നഷ്ടമായ നഗരസഭകളിൽ ചെർപ്പളശ്ശേരി. സാമ്പത്തിക വളർച്ചയിലെ കുറവ് തിരിച്ചടിയായി. എന്നാൽ ഫണ്ട് തടഞ്ഞതായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക കെടുകാര്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നും ചെയർമാൻ. മണ്ണാർക്കാട് നഗരസഭയിൽ വികസന ഫണ്ടുകളിൽ 20% തുക അധ്യക്ഷന് നീക്കിവെക്കണമെന്ന നിർദ്ദേശം 2 സ്ഥിരം സമിതികൾ തള്ളി. 4 സമിതികൾ വിയോജനക്കുറിപ്പോടെ പാസാക്കി. നിർദ്ദേശത്തെ അനുകൂലിച്ച് സ്വതന്ത്രാംഗം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഇൻഡോർ മാർക്കറ്റ് പൂർത്തീകരിക്കുന്നതിന് KURDFCയിൽ നിന്ന് 30 കോടി വായ്പയെടുക്കാൻ അനുമതി നൽകി തദ്ദേശ വകുപ്പ്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ജനറൽ പർപ്പസ് ഫണ്ടിൽ കുറവ് വരുത്തി ബാങ്കിന് നൽകുമെന്ന് വ്യവസ്ഥ. അനങ്ങനടി പാവുക്കോണത്തെ കരിങ്കൽ കോറിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന്. കോറിയുടെ പ്രവർത്തനം സ്വൈരജീവിതത്തിന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ. 12-ന് കോറിക്ക് മുന്നിൽ സമരം നടത്തി. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ കാളവേല. നഗര നവീകരണ പ്രവൃത്തികൾ 2 ദിവസം നിർത്തിവെക്കും. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് ചെയർമാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.